ഹരി ഓം. എല്ലാവർക്കും സുപ്രഭാതം. SPYSS NYC മലയാളം ഓൺലൈൻ നമ്മൾ പതിവായിട്ട് ഞായറാഴ്ച തോറും ബൗദ്ധിക്ക് നടത്താറുണ്ട്. അതിൽ ഇന്നത്തെ ബൗദ്ധിക്ക് എന്ന് പറയുന്നത് നാരായണീയത്തിന്റെ ബൗദ്ധിക്കാണ്. അത് 51ാമത്തെ ദശകം മുതൽ 70ാമത്തെ ദശകം വരെയുള്ള ഇതിന്റെ സാരാംശമാണ് ഇന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സുനന്ദജിയാണ്. സുനന്ദജി ഇതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. 1 മുതൽ 30 വരെയുള്ള ദശകങ്ങളുടെ സാരാംശം പറഞ്ഞു തന്നു. അതേപോലെ 31 മുതൽ 50 വരെയുള്ള ദശകങ്ങളുടെ സാരാംശം ഒരിക്കൽ പറഞ്ഞു തന്നു. പിന്നെ കൂടാതെ നമ്മൾ 100 പേരടങ്ങുന്ന നാരായണീയ പാരായണത്തിലും അക്കയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ സുനന്ദജിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ജ്യോതിയൊക്കെയാണ്. അപ്പൊ സുനന്ദജിയെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിരുന്നാലും ഒരു ചെറിയ പരിചയപ്പെടുത്തൽ മാത്രം. അക്കയെക്കുറിച്ച് പറയുമ്പോൾ അക്കയുടെ താമസം എന്ന് പറയുന്നത് തൃശ്ശൂരിലാണ്. ഭാഗവതശ്രീ നാരായൺജിയുടെ ശിഷ്യാണ്. അദ്ദേഹത്തിനൊപ്പം സഹാചാരിയായി ഭാഗവത സപ്താഹങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നു. ഇപ്പോൾ ഭാഗവത ആചാര്യയായിട്ട് സപ്താഹങ്ങൾ നടത്തുന്നു. സുനന്ദജിയെ നമ്മുടെ സമിതിയുടെയും എന്റെയും മറ്റെല്ലാവരുടെയും പേരിൽ ഇതിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഹരിയോം സുനന്ദജി. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഹേ ഗോപാലഃ ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരിണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയാ പരം ജാനാമിനത്വം വിനാ. എല്ലാവർക്കും നമസ്കാരം. നമ്മള് 50 വരെയുള്ള ദശകങ്ങള് മുമ്പ് കണ്ടിരുന്നതാണ്. ഈ 51 മുതൽ ആ ഭഗവാന്റെ ലീലകൾ തന്നെയാണ് നമുക്കിനി കാണാനായിട്ടുള്ളത്. 51ാമത്തെ ദശകത്തില് ആകാസുരനെ വധിക്കുന്നതും വനഭോജനവുമാണ് പറയുന്നത്. ഒരു ദിവസം ഭഗവാൻ ആ ഗോപകുട്ടികളോടൊപ്പം അന്ന് പോകുമ്പോ ഭക്ഷണം വനത്തിൽ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാവരും അവരവരുടെ വീട്ടിലുണ്ടായിരുന്ന വിഭവങ്ങളെല്ലാം എടുത്ത് വനത്തിലേക്ക് പോവാണ് പശുക്കുട്ടികളോട് കൂടെ. അങ്ങനെ വളരെ നല്ല പുല്ലുള്ളൊരു സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോഴാണ് അവിടെ പൂതനയുടെയും ബകാസുരന്റെയും ഒക്കെ സഹോദരനായിട്ടുള്ള ആകാസുരൻ ഒരു പെരുമ്പാമ്പിന്റെ രൂപം ധരിച്ചിട്ട് ആ ഗുഹ പോലെ വായ പിളർന്നിട്ടിരിക്കുകയാണ്. കുട്ടികൾ വിചാരിച്ചത് ഗുഹയാണ്, കളിക്കാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അബദ്ധവശാൽ അവരങ്ങനെ കയറിയത് കണ്ടോടനെ ഭഗവാൻ കൃഷ്ണനും അതിൻ്റെ ഉള്ളിലേക്ക് കയറണു. ഭഗവാൻ കയറിയെന്ന് അറിഞ്ഞത് ഉടനെ ആ പെരുമ്പാമ്പ് വായ അടച്ചു. ഭഗവാൻ തന്റെ ആ ശക്തി ഉപയോഗിച്ച ആ കണ്ടത്തിന്റെ അവിടെ എത്തിയപ്പോ ത്രിവിക്രമനായിട്ടുള്ള ഭഗവാൻ തന്റെ രൂപം അങ്ങ് വലുതാക്കാൻ തുടങ്ങി. കഴുത്തിന്റെ അവിടെ രൂപം വലുതായതോടുകൂടി ശ്വാസം കിട്ടാതെ തലയിട്ടടിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ രൂപം വലുതാക്കിയോടുകൂടി ആ കഴുത്ത് പിളർന്ന് ഭഗവാനും ഗോപക്കുട്ടികളൊക്കെ പുറത്തേക്ക് വരണു. ആ ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ട് ശരീരം ത്യജിച്ച ആകാസുരനിൽ നിന്ന് ആ ഒരു ദിവ്യമായൊരു തേജസ് ആകാശത്തേക്ക് ഉയരണു. ആ ദിവ്യ തേജസ് പിന്നീട് ഭഗവാനില് ലയിക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം ഗോപക്കുട്ടികളും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങാണ്. ആ ഓടക്കുഴല് അരയിൽ തിരുകിയിട്ട് കൊമ്പും വടിയുമൊക്കെ ഇടത്തെ കക്ഷത്തിലും കയ്യില് ഒരു ചോരുരുളയുമായിട്ടൊക്കെ എല്ലാവരെയും തൻ്റെ വാക്കുകളാൽ രസിപ്പിച്ച് നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം അവിടെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ അകാസുരന് മോക്ഷം കൊടുത്തത് കണ്ടിട്ട് ആ ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും ഒക്കെ ഭഗവാൻ ഇനി എന്താണ് ലീല ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കണത്. അങ്ങനെ ഊണ് കഴിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത ദശകത്തില് ബ്രഹ്മാവ് പരീക്ഷിക്കുന്ന ഒരു രംഗാണ് പറയുന്നത്. പശുക്കുട്ടികൾ പുല്ല് തിന്ന് കാടിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് ബ്രഹ്മാവിന് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നും. മായ ഉപയോഗിച്ചിട്ട് ആ പശുക്കുട്ടികളെ മറച്ചു.
പശുക്കുട്ടികളെ കാണാതായതോടുകൂടി ഗോപകുട്ടികൾക്ക് വല്ലാതെ വിഷമായി. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആ ഒരു ഉരുള കയ്യിലും വെച്ചുകൊണ്ട് ആ പശുക്കുട്ടികളെ തേടി പോവുകയാണ്. ആ സമയത്ത് ഭഗവാൻ അവിടെ നിന്ന് പോയതോടുകൂടി ബ്രഹ്മദേവൻ ആ ഗോപകുട്ടികളെയും അവിടെ നിന്ന് തന്റെ മായ കൊണ്ട് മറയ്ക്കണു. തിരിച്ചു വന്നു നോക്കിയപ്പോ ഗോപകുട്ടികളെയും കാണാനില്ല. ഭഗവാന് മനസ്സിലായി ഇത് ആ ബ്രഹ്മദേവന്റെ മായാപ്രയോഗമാണ്. എന്നാൽ താൻ ഇനി അതിനും വലിയൊരു മായ പ്രയോഗിക്കാം എന്ന് തീരുമാനിക്കണം. അങ്ങനെ ആ ഗോപക്കുട്ടികള്, പശുക്കുട്ടികള്, ഓടക്കുഴല്, ഉറി, പാത്രം എന്ന് വേണ്ട എന്തെല്ലാം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം അതേ രൂപത്തില് ആയിട്ട് തന്റെ മായാൽ എല്ലാം ആ വിഷ്ണുമയമായിട്ട് തീർക്കുകയാണ്. അങ്ങനെ വീണ്ടും അവര് ആ കാടിലൊക്കെ കളിച്ചതിന് ശേഷം വൈകുന്നേരമായപ്പോൾ അമ്പാടിയിലേക്ക് തിരിച്ചു പോകുന്നു. അമ്പാടിയിലെ അവസ്ഥയോ, ഗോപസ്ത്രീകൾക്കും പശുക്കൾക്കൊക്കെ ആ തന്റെ കുട്ടികളോട് അമിതമായിട്ടുള്ള സ്നേഹം തോന്നുകയാണ്. കാരണം സാക്ഷാൽ ആ ഭഗവാൻ തന്നെയാണ് ആ രൂപം എടുത്തിട്ട് എത്തിയിട്ടുള്ളത്. ആ ബ്രഹ്മാനന്ദം എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കണു. ആ പുത്രഭാവത്തില് ഒരു വർഷക്കാലം അവർക്ക് ആ ഗോപസ്ത്രീകൾക്കും പശുക്കൾക്കൊക്കെ ആ അവരവരുടെ പുത്രന്റെ ഭാവത്തിൽ ഭഗവാനെ ലാളിക്കാനായിട്ട് സാധിച്ചു. ബലരാമൻ പോലും അവസാനമാണത്രേ ഇതൊക്കെ മനസ്സിലാക്കിയത്. എല്ലാവരും ഇത്രയധികം സ്നേഹം കാണിക്കണ കണ്ടപ്പോഴാണ് തന്റെ യോഗശക്തി കൊണ്ട് നോക്കിയപ്പോൾ എല്ലാം കൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ ബ്രഹ്മദേവന്റെ ഒരു ത്രുടി എന്ന് പറഞ്ഞ ഒരു നിമിഷം കഴിഞ്ഞു. അതായത് ഇവിടെ നമ്മുടെ ഒരു വർഷം ബ്രഹ്മദേവൻ കൃഷ്ണൻ എന്താണ് ചെയ്യണത് എന്ന് നോക്കിയപ്പോൾ താൻ മറച്ചിട്ടുള്ള പശുക്കുട്ടികളും ആ ഗോപക്കുട്ടികളൊക്കെ അവിടെ അതേപോലെ കൃഷ്ണന്റെ കൂടെ അവിടെ കളിക്കുന്നുണ്ട്, ചോറുരുളിലേക്ക് പിടിച്ചിട്ട്. സംശയായി താൻ മറിച്ചത് സത്യലോകത്തുണ്ടോന്ന്. ആചാര്യന്മാര് പറയും സത്യലോകത്ത് തിരിച്ചു പോയിട്ടൊന്ന് നോക്കിയപ്പോ ബ്രഹ്മദേവനെ അവിടെ കാവൽക്കാര് തടഞ്ഞു അത്രേ. അങ്ങ് എന്താണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, ആരാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ ബ്രഹ്മാവല്ലേ, എന്നെ എന്തിനാ തടയണേന്ന് ചോദിച്ചപ്പോ ഒറിജിനൽ ബ്രഹ്മാവ് ഉള്ളിലുണ്ട്, അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് തടഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴാണ് ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അവിടെ ബ്രഹ്മരൂപത്തിൽ അവിടെ ഇരിക്കുന്നത് കാണുന്നു. തിരിച്ചൊന്നുകൂടി ഒന്ന് നോക്കിയപ്പോൾ സർവം വിഷ്ണുമയമായിട്ട് ആ 4 തൃക്കൈകളോട് കൂടിയിട്ട് ആ പശുക്കളുടെയും ഗോപകുട്ടികളുടെയും സ്ഥാനത്ത് ആ 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള ആ കിരീടവും ആ തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുള്ള ആ ഭഗവത് രൂപത്തില് എല്ലാം കാണുന്നത്. പെട്ടെന്ന് പേടിച്ചു. കാരണം താൻ ആരെയാണ് പരീക്ഷിച്ചത് എന്ന് വിചാരിച്ച് ആ വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ ചോറുള്ള കയ്യിൽ പിടിച്ച് പശുക്കളെ അന്വേഷിച്ച് നടക്കുന്ന ആ കണ്ണനെ വീണ്ടും കാണുകയാണ്. ആ ബ്രഹ്മദേവൻ ആ പെട്ടെന്ന് തന്നെ വന്ന് തൻ്റെ അപരാധം അഹങ്കാരം കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ ഭഗവാനെ നമസ്കരിക്കണം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ബ്രഹ്മദേവന്റെ. അതിനെ ഗർവ് നിവാരണ സ്തുതി എന്നാണ് പറയുക. അഹങ്കാരം തോന്നിക്കഴിഞ്ഞാൽ ആ സ്തുതി വായിച്ചാൽ മതി, ഇത്രയും നമ്മുടെ അഹങ്കാരമൊക്കെ പോയി കിട്ടും. എന്തായാലും ആ ഗോപകുട്ടിയുടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ ഭഗവാനെ ആ ഒരു ഉരുള കയ്യിൽ പിടിച്ച് പശുക്കുട്ടികളോടുകൂടി തിരിച്ചു വരുന്ന ആ ഭഗവാനെ കണ്ട് ആ ഗോപകുട്ടികളും സന്തോഷിച്ച് വൈകുന്നേരം അമ്പാടിയിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെയുള്ള ഭഗവാനെ എന്നെ ആപത്തിന്ന് രക്ഷിക്കണേ എന്ന് അവിടെ മേപ്പത്തൂര് പറയുന്നുണ്ട്. അങ്ങനെയാണ് 52-ാമത്തെ ദശകം കഴിയുന്നത്. 53-ാമത്തെ ദശകത്തിലെ ധേനുകാസുര വധമാണ് പറയുന്നത്. അതായത് 6-ാമത്തെ വയസ്സിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്, ഈ ബ്രഹ്മാവ് മറിച്ചത്. 7-ാമത്തെ വയസ്സാകുമ്പോഴേക്കും പൗഗണ്ഡം എന്ന ആ പ്രായത്തിലേക്ക്, 6 വയസ്സ് വരെയുള്ളതാണ് ബാല്യം, അത് കഴിഞ്ഞാൽ പൗഗണ്ഡം. ആ പ്രായത്തിലാണ് പിന്നത്തെ ആ കഥകൾ പറയുന്നത്. ഒരു ദിവസം ജ്യേഷ്ഠനോടും മറ്റു സുഹൃത്തുക്കളോടൊക്കെ കൂടെ ആ കാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശ്രീതാമാവ് എന്ന തൻ്റെ ഉറ്റ സുഹൃത്തിന് ധേനുക വനത്തിലേക്ക് പോകണം. അവിടെ ധാരാളം കരിമ്പന ഫലങ്ങളുണ്ട്, നല്ല സ്വാദുള്ളതാണ്, അത് കഴിക്കണമെന്നൊരു ആഗ്രഹം പറയണു. പക്ഷെ അവിടെ ധേനുകാസുരനുണ്ട്, അത് കാരണം അവിടെ കടക്കാൻ പറ്റില്ല എന്ന്. എന്തായാലും ജ്യേഷ്ഠനോടൊപ്പം, അന്ന് ജ്യേഷ്ഠനായിരിക്കട്ടെ ജൈവിളി എന്ന് വിചാരിച്ച് ജ്യേഷ്ഠനോടൊപ്പം ആ ധേനുകാസുരന്റെ ആ ധേനുകവനത്തിലേക്ക് പോണു. അവിടെ ചെന്ന് ബലരാമന കരിമ്പന വൃക്ഷം തന്റെ കൈകൊണ്ടൊന്ന് ഇളക്കുന്നു. അതോടുകൂടി അതിൽ നിന്ന് ധാരാളം കരിമ്പന ഫലങ്ങൾ താഴെ വീണു. ശബ്ദം കേട്ട് ധേനുകാസുരനും അനുയായികളും ഓടി വരികയാണ്.
ബലരാമൻ ആ ധേനുകാസുരന്റെ കാലിൽ പിടിച്ച് ചുഴറ്റി ആ കരിമ്പനയുടെ മുകളിലേക്ക് തന്നെ ഒന്ന് എറിഞ്ഞു അത്രേ. അതോടുകൂടി വീണ്ടും കുറെ പഴങ്ങൾ അവിടെ നിന്ന് വീണു. ധേനുകാസുരനെയും ആ അനുയായികളെയൊക്കെ ബലരാമനും കൃഷ്ണനും കൂടെ വധിക്കുന്നു. ധാരാളം കരിമ്പനപ്പഴങ്ങൾ കുട്ടികൾ കഴിക്കണു. കുറെ ബാക്കിയുള്ളത് എടുത്ത് അമ്പാടിയിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ധേനുകാസുരനെ വധിച്ച് കരിമ്പനപ്പഴം തിന്ന് സന്തോഷകരമായിട്ട് ഉള്ള ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ. ഇനി 54-ാമത്തെ ദശകത്തില് അത്ഭുതലീലയായ ആ കാളിയമർദ്ദനം മുതൽ തുടങ്ങാണ്. അതായത് ആദ്യം ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് കാളിന്തിയിലേക്ക് വരാനായിട്ടുള്ള കാരണമുണ്ടായത് എന്നും ഗോപക്കുട്ടികൾക്കും പശുക്കൾക്കൊക്കെ വിഷബാധ ഏറ്റതുമാണ് 54-ാമത്തെ ദശകത്തിൽ പറയുന്നത്. കാളിയന്റെ ആ കഥ പറയുന്നതിന് മുമ്പ് പറയാണ്, പണ്ട് സൗബരി എന്നൊരു മഹർഷി കാട്ടിലോ നാട്ടിലോ ഒക്കെ ഇരുന്ന് തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആളുകളുടെ സാമീപ്യം കൊണ്ട് തൻ്റെ തപസ് നഷ്ടമായാലോ എന്ന് വിചാരിച്ച് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിയിരുന്നിട്ട് തപസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ കാളിന്തിയിൽ ആ വെള്ളത്തിൽ മുങ്ങിയിരുന്ന് തപസ് ചെയ്യും. ആ സമയത്ത് ആണ് തൻ്റെ ചുറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മത്സ്യകുടുംബങ്ങളെ കാണുന്നത്. അവരോട് സൗഹൃദത്തിലായി. ഒരു ദിവസം ആ മത്സ്യങ്ങളെ കുത്തി തിന്നാനായിട്ട് ഗരുഡൻ അവിടെ വരികയാണ്. തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ മത്സ്യങ്ങളെ കുത്തി തിന്നരുത് എന്ന് ഗരുഡനോട് പറയുന്നു. അതനുസരിക്കാതെ ഇരുന്നപ്പോൾ ഗരുഡനെ അവിടെ ശപിക്കുകയാണ്. ഇനി ഇവിടെ വന്നിട്ട് മത്സ്യങ്ങളെ തിന്നു കഴിഞ്ഞാൽ നിന്റെ ജീവൻ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കണു. അങ്ങനെ കാളിന്തിയില് കാളിയൻ വരാനായിട്ടുള്ള ഒരു കാരണത്തെ ആദ്യം അവിടെ സൂചിപ്പിക്കുകയാണ്. എന്താണ് കാളിന്തിയിലേക്ക് കാളിയൻ വരുന്നത്? വളരെ വിഷവീര്യം കൂടിയിട്ടുള്ള കാളിയൻ വളരെ അഹങ്കാരിയായിരുന്നു. ഗരുഡൻ സർപ്പങ്ങളുടെ താമസ സ്ഥലത്ത് ചെന്നിട്ട് സർപ്പങ്ങളെയൊക്കെ പതിവായിട്ട് ഇങ്ങനെ കൊന്നു തിന്നായിരുന്നേ. സർപ്പങ്ങളൊക്കെ കൂടി ബ്രഹ്മദേവന്റെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ സങ്കടം പറഞ്ഞു, ഇങ്ങനെ പോയാൽ സർപ്പങ്ങൾക്കിനി അധികം ഉണ്ടാവില്ല എന്ന്. ബ്രഹ്മദേവൻ ഗരുഡനോട് പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം ഒരു സർപ്പത്തെ ഭക്ഷിക്കുക. അങ്ങനെയായിട്ട് തീരുമാനിച്ചു. ബ്രഹ്മദേവന്റെ വാക്കനുസരിച്ച് കാളിയന്റെ ഊഴം വന്നു. കാളിയൻ അഹങ്കാരം കൊണ്ട് ഗരുഡനായിട്ട് യുദ്ധത്തിന് ചെല്ലുകയാണ്. തൻ്റെ ഗരുഡന്റെ ചെറുകൊണ്ടുള്ള അടി കൊണ്ട് കാളിയന് അവിടെ നിൽക്കാൻ പറ്റാതെയായി. കാളിയന് അറിയാമായിരുന്നു കാളിന്തിയിലേക്ക് ഗരുഡന് വരാനായിട്ട് സാധിക്കില്ല എന്ന്. കാരണം പൂർവ്വജന്മത്തില് അശ്വശിരസ് എന്നൊരു മഹർഷിയായിരുന്നു അത്രേ കാളിയൻ. അപ്പൊ ആ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഇത് കാര്യം അറിയാമായിരുന്നു. അങ്ങനെ കാളിയനും കുട്ടികളും പത്നിമാരൊക്കെ കൂടി ആ കാളിന്തിയിലേക്ക് എത്തുകയാണ്. കാളിന്തിയിൽ എത്തിയോടുകൂടി ആ ഘോരമായ വിഷം കൊണ്ട് ആ കാളിന്തിയുടെ മീതെ പറക്കുന്ന പറവകൾ പോലും ചത്ത് ആ കാളിന്തിയിലേക്ക് വീഴുമായിരുന്നു. മരങ്ങളൊക്കെ കരിഞ്ഞുപോയി. എന്തായാലും ആ കാളിന്തിയെ ഒന്ന് ശുദ്ധമാക്കണമെന്ന് തീരുമാനിച്ച് നമ്മുടെ കണ്ണൻ ഒരു ദിവസം ജ്യേഷ്ഠനെ കൂടാതെ, വളരെ കുറച്ച് അവസരങ്ങളിലാണ് ജ്യേഷ്ഠനെ കൂടാതെ പോവാറുള്ളൂ, അന്ന് ഏട്ടനെ കൂടാതെ വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്ന് ക്ഷീണം തോന്നി ഗോപക്കുട്ടികളും പശുക്കളും ഒക്കെ കാളിന്തിയിലെ വെള്ളം കുടിക്കുന്നു. അതോടുകൂടിയിട്ട് ജീവനറ്റ് വീഴാണ്. ആ വിഷമായിട്ടുള്ള വെള്ളം കുടിച്ചതോട് കൂടിയിട്ട് തൻ്റെ ആ തൃക്കൺ കൊണ്ടുള്ള കടാക്ഷം കൊണ്ട് തന്നെ അവരെ എല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണ പോലെ തന്നെ ആ കടാക്ഷം കൊണ്ട് എല്ലാവരെയും ജയിപ്പിച്ചു. എല്ലാവരും ആ ഭഗവാനെ കെട്ടിപ്പിടിച്ച് ആനന്ദബാഷ്പം, പശുക്കളൊക്കെ ആനന്ദബാഷ്പം തൂകിയെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും കാളിയനെ കാളിന്തിയിൽ എന്ന് പറഞ്ഞയച്ച് കാളിന്തിയെ ശുദ്ധമാക്കണം എന്ന് തീരുമാനിച്ച് അടുത്ത് കണ്ട ഒരു കടമ്പ് വൃക്ഷം, ആ ഒരു കടമ്പ് വൃക്ഷം മാത്രമാണ് ഉണങ്ങാതെ അവിടെ നിന്നിരുന്നത്. അതിന് കാരണം പറയുന്നത് ഗരുഡൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗലോകത്തിൽ നിന്ന് അമൃത് കൊണ്ടുവന്നപ്പോൾ ആ കടമ്പ് വൃക്ഷത്തിൽ ഒന്നിരുന്ന് കുറച്ച് സമയം വിശ്രമിച്ചു എന്നാണ്. ആ അമൃതസ്പർശം ഏറ്റതുകൊണ്ട് ആ കടമ്പ് വൃക്ഷം ഉണങ്ങാതെ നിന്നിരുന്നത്. നമ്മുടെ കണ്ണൻ ആ കടമ്പ് വൃക്ഷത്തിന്റെ മുകളിൽ കയറി ആ കാളിന്തിയിലേക്ക് എടുത്തു ചാടുന്നു. 3 ലോകങ്ങളെയും തൻ്റെ ഉള്ളിൽ വഹിക്കുന്ന ആ ഭഗവാന്റെ ഭാരം കൊണ്ട് കാളിന്തി കവിഞ്ഞൊഴുകണു. ആ വെള്ളം ഇളകി മറിയുന്നു. ആ ശബ്ദം കേട്ട് തൻ്റെ സാമ്രാജ്യത്തിലേക്ക്
ആരാണ് വന്ന് ചാടിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി ആ കയത്തിൽ നിന്ന് കാളിയൻ പൊന്തി വരികയാണ്. നോക്കുമ്പോഴെന്താണ്, ഇന്ദ്രനീലം പോലെ ശോഭിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കാണാണ്. കാളിയന് അത്ഭുതമായി. ആരാണ്? തന്റെ വിഷക്കാറ്റേറ്റാൽ തന്നെ എല്ലാവരും മരിച്ചു വീഴുന്നതാണ്. ഇതതാ തന്റെ ആ വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. തോറ്റു കൊടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് പിന്നാലെ പണം ചീറ്റിക്കൊണ്ട് പോവുകയാണ്. പോയി ആ ഉണ്ണിയെ ഒന്ന് കൊത്തിയത്രേ. ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചു. വീണ്ടും നീന്താൻ തുടങ്ങി. അത്ഭുതമായെങ്കിലും കാളിയൻ പിന്നെയും പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം കൊത്തുമ്പോഴും ഭഗവാൻ തിരിഞ്ഞു നോക്കി ചിരിക്കും. കാരണം കാളിയന് കൊടുക്കാനുള്ളത് വിഷം മാത്രമാണ്. അതും ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. താൻ തോൽക്കുമോ എന്ന് പേടിച്ച് തന്റെ ശരീരം കൊണ്ട് വാലുകൊണ്ട് ആ ഉണ്ണിയെ മുറുകെ ചുറ്റാണ്. കാളിയന് ഭഗവാനെ ആലിംഗനം ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടായി. അമ്പാടിയിലത്തെ അവസ്ഥ എന്താണ്? ആ സമയത്ത് സന്ധ്യയായി. ഭഗവാനെ ഈ ഗോപകുട്ടികളെയൊന്നും തിരിച്ചു കാണാനായിട്ടില്ല. എല്ലാവർക്കും പരിഭ്രമമായി. എല്ലാവരും അവിടെ നിന്ന് ഭഗവാൻ പോയ ആ കാലടികളെ പിന്തുടർന്നുകൊണ്ട് അവിടെ നിന്നും പോരാണ്. കാരണം കാലടികളൊന്നും മാഞ്ഞിട്ടില്ല. ഭൂമി ദേവി ആ കാലടികളെയൊക്കെ അലങ്കാരമായിട്ട് സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഭഗവാന്റെ കാലടികള് മായാതെ അവിടെ ഇരിക്കുന്നത് എന്ന് പറയണു. എന്തായാലും അവര് നടന്ന് ആ കാളിന്തിയുടെ തീരത്തെത്തണു. അവിടെ നോക്കുമ്പോ കാണുന്ന കാഴ്ച ആ കാളിയനാൽ വരിഞ്ഞ് ആ കാളിയന്റെ വാലില് പെട്ടുകിടക്കുന്ന കണ്ണനെയാണ്. യശോദാദേവിയും നന്ദഗോപുരമൊക്കെ കാളിന്തിയിലേക്ക് എടുത്തു ചാടാനായിട്ട് തീരുമാനിക്കുമ്പോൾ സാക്ഷാൽ അനന്തനായിട്ടുള്ള ബലഭദ്രൻ അവരെ എല്ലാം തടയണു. ആ പൂതനാമോക്ഷം മുതൽ കൃഷ്ണൻ ചെയ്ത അത്ഭുത കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ കണ്ണനൊന്നും സംഭവിക്കില്ല, കാളിയനാണ് അപകടം സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയണു. എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി അമ്മയെയും അച്ഛനെയും ഗോപികമാരെയും കൂടുതൽ വിഷമിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഭഗവാൻ തന്റെ ശരീരം ഒന്ന് കഠിനമാക്കുകയാണ്. ആ കാഠിന്യം കൂടിയതോട് കൂടിയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി കാളിയന് തന്റെ ആ ചുറ്റലിൽ നിന്ന് വിടുകയാണ്. അങ്ങനെ ഭഗവാൻ ആ കാളിയന്റെ ചുറ്റലിൽ നിന്ന് പുറത്തേക്ക് വരണു. എന്നാലും അഹങ്കാരം മുഴുവൻ ശമിച്ചിട്ടില്ല. വീണ്ടും ഭഗവാന്റെ നേരെ 1000 പണങ്ങളും ഉയർത്തിയിട്ട് ചീറിപ്പാഞ്ഞു പോവുകയാണ്. അതോടുകൂടി ഭഗവാൻ ആ ശിരസിലേക്ക് ചാടിക്കയറി ആ വിശ്വനർത്തകനായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ തന്റെ തൃക്കാലുകൾ കൊണ്ട് മധുരമായിട്ട് കിലുങ്ങുന്ന കാൽച്ചിലമ്പുകളുടെയും താളം പിടിക്കുന്ന ആ കയ്യിലെ വളകളുടെയും ആ സമ്മിശ്ര നാദങ്ങളോട് കൂടിയിട്ട് ആ കാളിയന്റെ പണങ്ങളിൽ കയറിയിട്ട് നൃത്തം ആരംഭിക്കുകയാണ്. വിഖ്യാതമായിട്ടുള്ള ആ കാളിയ നർത്തനം വളരെ ഭംഗിയായിട്ടാട്ടോ പട്ടേരി ആ രംഗം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്ലോകം ചെല്ലാൻ സമയമില്ലാത്തത് കാരണം അതിലേക്ക് പോണില്ല. ആ ഡാൻസിന് പറ്റിയിട്ടുള്ള വിധത്തിലുള്ള ട്യൂണോട് കൂടിയിട്ടാണ്. എന്തായാലും ആ നൃത്തം കാണാനായിട്ട് സാക്ഷാൽ നടരാജമൂർത്തി പോലും അവിടെ ആകാശത്ത് വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഓരോ പ്രാവശ്യം ഭഗവാൻ ഓരോ ശിരസിൽ കയറി നൃത്തം ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ കർണാഭരണങ്ങളൊക്കെ ആ നൃത്തത്തിനനുസരിച്ച് ഭംഗിയായിട്ട് ഇളകുന്ന കാഴ്ചയാണ് 56ാമത്തെ ദശകത്തിൽ പറയുന്നത്. ആ കാളിയന്റെ പണത്തിന്മേൽ കയറിയിട്ട് വളരെ നേരം നൃത്തം ചെയ്തു. ഓരോ ശിരസ് താഴുമ്പോൾ അടുത്ത ശിരസിലേക്ക് ചാടിക്കയറി അങ്ങനെ തന്റെ ആ പാതാരവിന്ദങ്ങളെ കൊണ്ട് ആ കാളിയന്റെ എല്ലാ ശിരസിലും തന്റെ പാദങ്ങൾ പതിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്ത എല്ലാവരെയും ആനന്ദത്തിലാക്കി. എല്ലാ പത്തിയും താണു. ചോര ഛർദിക്കാൻ തുടങ്ങി. ഇനി അധികം നേരം ഇനി നൃത്തം വെച്ചു കഴിഞ്ഞാൽ കാളിയന്റെ ജീവൻ പോകുമെന്ന് കണ്ടതോടുകൂടി കാളിയന്റെ പത്നിമാര് വന്ന് ആ ഭഗവാനെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അവരെ സ്തുതിക്കുകയാണ്. പത്നിമാര് ഭഗവാനെ സ്തുതിക്കണു. ശ്രീമദ് ഭാഗവതത്തിലെ 21 ശ്ലോകങ്ങളെ കൊണ്ട് ഉള്ള നാഗപത്മാരുടെ സ്തുതിയെ ഇവിടെ ഒരു ശ്ലോകം കൊണ്ടാണ് പറയുന്നത്. മേൽപ്പത്തൂര് പറയാണ്, അല്ലയോ ജഗൽപതേ, നാഗപത്നിമാർ മഹർഷീശ്വരന്മാർക്ക് പോലും ഇല്ലാത്ത ഭക്തിജ്ഞാനങ്ങളെ കൊണ്ടാണ് അങ്ങയെ സ്തുതിച്ചിട്ടുള്ളത്. കാരണം അവർ വളരെ കാലമായിട്ട് അവിടുത്തെ മഹാത്മ്യത്തെ കേട്ട് മനസ്സിലാക്കി ഭക്തി നിറഞ്ഞ ഹൃദയം ഉള്ളവരായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. നാഗപത്നിമാരുടെ
ഭക്തി കണ്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ആ കാളിയന്റെ ശിരസിൽ നിന്ന് താഴേക്ക് ഇറങ്ങണു. തന്റെ കത്രിക്കൈ കൊണ്ട് ആ കാളിയനെ ഒന്ന് തലോടുന്നോട് കൂടിയിട്ട് വീണ്ടും ആ പഴയ ഓജസ്സൊക്കെ തിരിച്ചു കിട്ടുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാളിയനും അഹങ്കാരമെല്ലാം തീർന്ന് ഭഗവാനെ നമസ്കരിക്കണു. ആ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അവര് രത്നമാലകളും മുത്തുമാലകളൊക്കെ ഭഗവാന് സമർപ്പിക്കണു. ഭഗവാൻ പറയണു, ഇനി ഈ കാളിന്തിയിൽ നിന്ന് നിങ്ങൾ പോകണം, സമുദ്രമധ്യത്തിലുള്ള ആ രമണദ്വീപിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയാണ്. ഗരുഡനെ ഭയക്കണ്ട, കാരണം ഇനി അങ്ങയെ കണ്ടാൽ ഗരുഡൻ നമസ്കരിക്കുകയുള്ളൂ, കാരണം അങ്ങയുടെ ശിരസിലുള്ളത് മുഴുവൻ എൻ്റെ പാദചിഹ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ആ കാളിയനെ തിരിച്ചുവിടുകയാണ് രമണകദ്വീപിലേക്ക്. ഇത് നമുക്ക് ഒന്ന് താത്വികമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു കാളിയന്റെ പുറത്ത് ഭഗവാൻ നൃത്തം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ കേട്ടുവിടുകയുള്ളൂ. ഇവിടെ കാളിന്തി നദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന നദിയാണ്. ഉയർച്ചയും താഴ്ചയും സുഖവും ദുഃഖവും ഓളം തള്ളുന്ന ആ ജീവിതം, അതായത് മനുഷ്യ മനസ്സ്, അതിലെ കാളിയൻ എന്ന സർപ്പം നമ്മളിൽ ഓരോരുത്തരിലുമുള്ള അഹങ്കാരമാണ്. ഞാനെന്ന അഹങ്കാരമാകുന്ന ആ കാളിയന് വളരാൻ പറ്റിയൊരു സ്ഥലമാണ് മനുഷ്യ മനസ്സ്. കാളിയന്റെ ഓരോ പണങ്ങളാണ് നമ്മളിൽ കാണുന്ന ആ കോപം, വിദ്വേഷം, അസൂയ, പകം, അങ്ങനെ ആയിരക്കണക്കിന് ആ ദുർവികാരങ്ങൾ നമ്മളിലുണ്ട്. അതാണ് ഓരോ പണങ്ങളിൽ കൂടെ ഓരോ എന്ന് പറയുന്നത്. ആ ഓരോ കോപം വന്നാലും ദ്വേഷം വന്നാലും ഒക്കെ ഓരോ പണങ്ങളിൽ നിന്ന് വിഷം ചീറ്റാണ്. അങ്ങനെ നമുക്കറിയാം, നമുക്ക് കോപം വന്നാൽ നമ്മൾ പറയും എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല എന്ന്. അപ്പൊ നമ്മളുടെ ദേഹം തന്നെ വിഷമയമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വിഷമയമാകുന്ന ആ ജീവിതത്തെ ഭഗവാനിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ അഹങ്കാരമാകുന്ന ആ കാളിയനെ രമണദ്വീപിലേക്ക് അയക്കാൻ ഭഗവാൻ വന്നതുപോലെ ഭഗവാന്റെ മുമ്പില് നമ്മളും ശിരസ് അർപ്പിച്ചാൽ മാത്രമാണ് ഈ ജീവിതം ആകുന്ന ആ കാളിന്തിയെ നമുക്ക് പുണ്യമായിട്ട് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന ഒരു തത്വമാണ് ആ കാളിയമർദ്ദനം എന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓരോ കഥകളിലും ഓരോ തത്വമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ഇതിന്റെ മാത്രം തത്വം പറയുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം അവിടെ ഭഗവാൻ അഗ്നിപാനം ചെയ്ത് അഗ്നിജയവനെ ജയിച്ച കഥ പറയുന്നുണ്ട്. അന്ന് വൈകുന്നേരം അമ്പാടിയിലേക്ക് സന്ധ്യയായി, ഇരുട്ടായി. അമ്പാടിയിലേക്ക് പോകാൻ പറ്റാതെ എല്ലാവരും ആ കാളിന്തി തീരത്ത് തന്നെ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടുതീ വരുന്നു. എല്ലാവരും കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നു. ഭഗവാൻ അഗ്നിയെ പാനം ചെയ്ത് കാട്ടുതീയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുന്നു. അവിടെ അവസാനം ഹരേ എന്ന് സംബോധന ചെയ്തിട്ടാണ് പട്ടേരി ആ ദശകം അവിടെ അവസാനിപ്പിക്കുന്നത്. അതായത് ഹരേ എന്ന് പറഞ്ഞാൽ എല്ലാവിധ പാപങ്ങളെയും ദുരിതങ്ങളെയും നശിപ്പിക്കുക, ഹരിക്കുന്ന ആ ഭഗവാനെ അവിടെ അവസാനം പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 57ാമത്തെ ദശകത്തില് ചെന്ന് കഴിഞ്ഞാൽ പ്രലംബാസുര വധമാണ് പറയുന്നത്. ഒരു ദിവസം ഏട്ടനോട് കൂടിയിട്ട് പശുക്കുട്ടികളാലൊക്കെ ചുറ്റപ്പെട്ട് വൃന്ദാവനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഗോപക്കുട്ടികളോടുകൂടി അങ്ങനെ ഒരു ഭണ്ഡീരകം എന്ന ആ ഒരു വനത്തില് ഒരു പേരാലിന്റെ ചോട്ടിലെത്തുകയാണ്. ആ സമയം അവിടെ പ്രലംബൻ എന്ന ഒരു അസുരം ഗോപക്കുട്ടികളുടെ വേഷം ധരിച്ച് അവരുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇരുന്നു. മറ്റു ഗോപകുമാരന്മാരോടൊക്കെ പോലെ അവന്റെ അടുത്തും നർമ്മങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് നമുക്ക് ഒരു പ്രത്യേക കളി കളിക്കാമെന്ന് പറഞ്ഞ് 2 ഭാഗമായിട്ട് പിരിഞ്ഞ് ദ്വന്ദ്വയുദ്ധം എന്ന കളി കളിക്കാമെന്ന് പറയുന്നു. ഒരു ഭാഗത്തിന്റെ നേതാവ് കണ്ണനും മറ്റേ ഭാഗത്തിന്റെ ഏട്ടനായിട്ടുള്ള ബലരാമനും നേതൃത്വം ഏറ്റെടുക്കണു. അങ്ങനെ അവരൊരു നിബന്ധന വെച്ചു, തോൽക്കുന്ന ആള് ജയിക്കുന്ന ആളെ എടുത്ത് ഒരു നിശ്ചിത ദൂരം ഓടണം, അതാണ് നിബന്ധന. അങ്ങനെ ആദ്യം തന്നെ കണ്ണനും തൻ്റെ ഏറ്റവും സുഹൃത്തും ഭക്തരുമായ ശ്രീരാമാവുമായിട്ടാണ് അത്രേ ദ്വന്ദ്വയുദ്ധം ചെയ്തത്. പെട്ടെന്ന് തന്നെ തോറ്റുകൊടുത്തു ഭഗവാൻ. തൻ്റെ ഭക്തനെ എടുത്ത് തൻ്റെ തോളിൽ വെച്ചിട്ട് ഭഗവാൻ ഓടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ. അങ്ങനെ പല ഗോപന്മാരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം ഉണ്ടായി. തോറ്റ ആള് ജയിച്ച ആളെ എടുത്തിട്ട് നിശ്ചിത ദൂരം ഓടി.
കുറെ കഴിഞ്ഞപ്പോഴാണ് ആ പ്രലംബൻ എന്ന ആ അസുരൻ, ഗോപക്കുട്ടിയുടെ വേഷത്തിൽ വന്ന അസുരനും ബലരാമനും കൂടി ദ്വന്ദ്വയുദ്ധം ചെയ്തു. പ്രലംബൻ തോൽക്കുന്നു. ബലരാമനെ തോളിലേറ്റിയിട്ട് ഓടാൻ തുടങ്ങി. ആ നിശ്ചിത ദൂരം കഴിഞ്ഞിട്ടും പ്രലംബൻ വീണ്ടും ഓടാണ്. മനസ്സിലായി ഇത് അസുരനാണെന്ന്. ഒന്ന് തിരിഞ്ഞു നോക്കിയത്രേ കണ്ണനെ. കൃഷ്ണനെ നോക്കിയപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഇത് അസുരനാണ്, വധിച്ചോളൂ എന്ന് ഏട്ടനൊരു ആംഗ്യം കാണിച്ചു കൊടുത്തു. ബലരാമൻ തന്റെ ദേഹത്തിന്റെ ആ ഭാരം വർദ്ധിപ്പിച്ചു. അതോടുകൂടി വേഗത കുറഞ്ഞു. കഴുത്തിൽ പേടിച്ച പോലെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കണു. തന്റെ മുഷ്ടി കൊണ്ട് ഒരു അടി കൊടുത്തുള്ളൂ. അതോടുകൂടി പഴയ അസുരവേഷത്തിലേക്കായി മാറി പ്രലംബൻ. അവിടെ പ്രലംബനും അവിടെ മോക്ഷം കിട്ടുകയാണ് ബലരാമന്റെ കൈകൊണ്ട്. അങ്ങനെ പ്രലംബാസുരനെ വധിച്ചു വന്ന ഏട്ടന് മാനുഷിക ശക്തിയുണ്ട് എന്ന് കാണിച്ച് ആലിംഗനം ചെയ്ത് എല്ലാവരെയും കൊണ്ടും അവിടെ ഏട്ടനാണ് അന്ന് ജയ് വിളിപ്പിച്ചു എന്ന് പറയാണ്. ഇനി കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെ രക്ഷിച്ച ഇതും ഋതുവർണ്ണയമാണ് 58ാമത്തെ ദശകത്തിൽ പറയുന്നത്. കൃഷ്ണനും രാമനും ഗോപകുമാരും കൂടി ദ്വന്ദ്വയുദ്ധമൊക്കെ കളിച്ചതിന് ശേഷം അങ്ങനെ പുല്ല് മേഞ്ഞിട്ട് അങ്ങനെ കുറെ ദൂരെയുള്ള ഐഷികം എന്ന ഒരു വനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. വൃന്ദാവനത്തിലെ അവസ്ഥ എന്താണെങ്കിൽ ഭഗവാൻ ഉള്ളത് കൊണ്ട് എപ്പോഴും നല്ല കാലാവസ്ഥയാണ്, സമമായിട്ട് ശീതോഷ്ണാണ്. എന്നാൽ ഐഷിക വനത്തിലെത്തിയിട്ടുള്ള പശുക്കൾക്ക് ഭഗവാനിൽ നിന്ന് മാറിപ്പോയതോടുകൂടി വേനൽ ചൂടിലും ഭഗവാനെ പിരിഞ്ഞതിലുള്ള ദുഃഖത്താലും ആകെ തളരുകയാണ്. ഭഗവാനിൽ നിന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ, നീങ്ങിപ്പോയി കഴിഞ്ഞാൽ വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്ന് കാണിക്കുകയാണ്. ഭഗവാൻ ഗോപകുമാരന്മാരെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പശുക്കളെ അന്വേഷിക്കാൻ പോകുന്നു. അപ്പോൾ ഭഗവാൻ പോയതോടുകൂടി ഗോപകുമാരന്മാർക്കും വൈഷമ്യമായി. ആ സമയത്ത് അവർ നിൽക്കുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കാട്ടുതീ ഉണ്ടാകുന്നു. എല്ലാവരും കണ്ണനെ വിളിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ഓടി വന്നു. എല്ലാവരും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു. ഒരു നിമിഷം കഴിഞ്ഞു. കണ്ണു തുറന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഐഷിക വനത്തിൽ നിന്ന് മാറി ആദ്യം കളിച്ചിരുന്ന പാണ്ഡ്യരകത്തിൽ തന്നെ അവര് എത്തിയതായിട്ട് കാണുകയാണ്. എല്ലാവർക്കും അത്ഭുതമായി. കൃഷ്ണൻ ജയിക്കട്ടെ, കണ്ണൻ ജയിക്കട്ടെ എന്ന് ആരവം മുഴക്കുന്നു. വീണ്ടും അവരോടൊക്കെ കളിച്ച് വൃന്ദാവനത്തില് വിഹരിക്കുകയാണ്. പിന്നെ അവിടെ ഓരോ ഋതുക്കളുടെയും വർണ്ണനയാണ്. വർഷക്കാലം വന്നു, വേനൽക്കാലം, അതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ തത്വങ്ങളെയാണ് ഓരോ അവസ്ഥയിലും പറയുന്നത്. അതായത് ഭഗവാനിൽ നിന്ന് പിരിയുമ്പോൾ സന്താപത്തിന് കാരണമാകും എന്നും ഭഗവാന്റെ ഭജനത്താൽ മനസ്സ് ശുദ്ധമായാൽ ആത്മചൈതന്യം പ്രകാശിക്കും എന്നും പറയുന്നു. വേനൽക്കാലത്ത് ചൂടിന്റെ പ്രഭാവമൊന്നും ഏൽക്കാതെ തന്നെ അവർക്ക് അവിടെ കളിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് വർഷക്കാലത്ത് പർവ്വത ഗുഹകളില് സ്വൈരമായിട്ട് കളിച്ചു. ആനന്ദം ഭഗവാൻ കൂടെയുള്ളപ്പോൾ എല്ലാ കാലത്തും ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഭക്തന്മാരുടെ മനസ്സുപോലെ നിർമ്മലമായിട്ടുള്ള ശരത്കാലത്തെ ആസ്വദിച്ചതായിട്ടും പറഞ്ഞുകൊണ്ടാണ് 58ാമത്തെ ദശകം കഴിയുന്നത്. 59ാമത്തേല് ഭഗവാന്റെ വേണുഗാനത്തെ പറ്റി പറയാണ്. സച്ചിദാനന്ദ സ്വരൂപനായ ഉണ്ണിക്കണ്ണനെ കണ്ട് ഗോപസ്ത്രീകൾ മോഹിതരാവുകയാണ്. ഒരു നിമിഷം പോലും കണ്ണനെ പിരിയാൻ വയ്യ എന്നൊരവസ്ഥയിലായി അവര്. രാവിലെ പശുക്കളെയും കൊണ്ട് വനത്തിലേക്ക് പോകുന്ന ആ സമയം പോലും ഭഗവാന്റെ വിരഹം സഹിക്കാൻ വയ്യാതെയായി ഗോപസ്ത്രീകൾക്ക്. അവരുടെ ദുഃഖം കണ്ടിട്ടാണോ എന്ന് തോന്നുന്ന വിധത്തില് കാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്റെ ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങാണ്. ഭഗവാൻ പോകുന്ന സമയത്ത് ഗോപസ്ത്രീകൾ വിഷണ്ണരായിട്ട് നോക്കി നിൽക്കും. ദൂരത്ത് നിന്ന് ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ അവർ കണ്ണന്റെ മനോഹര ലീലകളെ പറ്റി പറഞ്ഞ് പകൽ സമയം മുഴുവൻ ഭഗവാന്റെ ലീലകളിൽ മുഴുകിയിട്ട് ഒരു സമയം ചെലവഴിക്കും. കാട്ടിലെത്തിയാൽ മനോഹരമായിട്ടുള്ള വൃക്ഷത്തിന്റെ ചുവട്ടില് തണലത്ത് തന്റെ കാലുകള് പിണച്ചു വെച്ച് ഓടൽക്കുഴൽ വിളിക്കുന്ന കണ്ണന്റെ രൂപം അതായിരുന്നു അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. വേണുനാഥത്തിന്റെ മാധുര്യത്തെക്കുറിച്ചും ഭഗവാന്റെ കൈവിരലുകള് ഓടക്കുഴലിന്റെ ഓരോ ഓട്ടകളിൽ കൂടി
ആ കൈവിരൽ പ്രവർത്തിപ്പിക്കുന്നതൊക്കെ അവിടെ 2 ശ്ലോകങ്ങളിലൂടെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ ഓടക്കുഴൽ വിളി കേട്ട് ആ ദേവസ്ത്രീകൾ പോലും മോഹിതരായി എന്നാണ് പറയുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ദേവസ്ത്രീകളുടെയും ഒക്കെ അവസ്ഥ കേട്ട് ആ ഗോപസ്ത്രീകള് അവിടെ വളരെയധികം സങ്കല്പിച്ച് കാണുകയാണ്. ആ ഭഗവാന്റെ നിൽപ്പും അവരുടെ ഭാഗ്യത്തെയൊക്കെ അവര് സങ്കല്പിക്കണു. ആ വൃന്ദാവനത്തിനെ ഗോപസ്ത്രീകൾ അവിടെ വാഴ്ത്തുന്നതായിട്ട് കാണാം. ഭാഗ്യം ഭാഗ്യം അവിടുത്തെ വൃക്ഷങ്ങളുടെയും അവിടുത്തെയുള്ള ആ പക്ഷിമൃഗാദികളുടെയും പകല് മുഴുവൻ ആ ഭഗവാന്റെ പാദവും ഭഗവാന്റെ ആ ഓടക്കുഴൽ വിളിയും കേൾക്കാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുള്ള ആ വൃന്ദാവനത്തിനെ അവരവിടെ വാഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ അതരാമൃതത്തെ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ ഓടക്കുഴലിന്റെ ഈ ഭാഗ്യത്തെ അവിടെ പറയുന്നുണ്ട്. എന്നെങ്കിലും ഞങ്ങൾക്കും ആ ഭഗവാന്റെ അതരാമൃതം നുകരാനായിട്ട് സാധിക്കുമോ എന്നാണ് അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അങ്ങനെ എപ്പോഴും ആ ഭഗവത് ചിന്തയിലായിരുന്നു. ആ പ്രേമം ഓരോ ദിവസം കൂടുന്തോറും ആ ഗോപസ്ത്രീകൾക്ക് വർദ്ധിച്ചു വരികയാണ്. അങ്ങനെയാണ് ഭഗവാനെ പതിയായിട്ട് കിട്ടാനായിട്ട് ഭർത്താവ് എന്നുള്ളതിനല്ല, എല്ലാറ്റിനും യജ്ഞപതിയും എല്ലാറ്റിൻ്റെയും പതിയായിട്ടുള്ള ആ ഭഗവാനെ എപ്പോഴും ശുശ്രൂഷിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഗോപസ്ത്രീകള് ആ ദേവി പൂജ കാത്യായനി ഭഗവതിയെ പൂജിക്കാനായിട്ട് തീരുമാനിച്ച് ആ പൂജ ചെയ്യുന്നത്. പ്രഭാതത്തില് കൂട്ടം കൂട്ടമായിട്ട് അവര് ആ ഭഗവാന്റെ നാമങ്ങളൊക്കെ കീർത്തനം ചെയ്തുകൊണ്ട് കാളിന്തി തീരത്തെത്തണു. കുളിച്ചതിന് ശേഷം അവിടെയുള്ള ആ പൂഴിമണ്ണി കൊണ്ട് ആ കാത്യായനി വിഗ്രഹത്തെ ഉണ്ടാക്കി മാലകളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് ധൂപങ്ങളും ദീപങ്ങളും എല്ലാം കത്തിച്ച് ആ ദേവിയെ അവിടെ പൂജിക്കണു. അവരുടെ ആവശ്യം എന്താണ്? കൃഷ്ണൻ എപ്പോഴും പതിയായിട്ട് വരണേ, എപ്പോഴും കൃഷ്ണനെ സേവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണേ എന്ന് പറഞ്ഞ് കാത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി അതിമ്മേ കുരുദേ നമ എന്ന് പറഞ്ഞ് ആ ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ ആ ദേവി സന്തോഷിച്ചു കഴിഞ്ഞാൽ രാധാദേവി എവിടെയാണോ ഉള്ളത് അവിടെ ഭഗവാനും ഉണ്ടാവും എന്നാണ്. അങ്ങനെ 1 മാസത്തെ വ്രതം അവസാനിക്കുന്ന ദിവസം അവരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച് ഭഗവാൻ ആ കാളിന്തി തീരത്തെത്താണ്. അവിടെ നോക്കുമ്പോൾ ഇതാ ആ ഗോപസ്ത്രീകൾ തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം കരയ്ക്ക് അഴിച്ചു വെച്ച് നഗ്നരായിട്ട് ആ വെള്ളത്തില് ജലക്രീഡ നടത്തുകയാണ്. ആ ഭഗവാന്റെ നിഴലൊന്ന് കണ്ടതോടുകൂടി ലജ്ജയായി ഇത്രേ ഗോപസ്ത്രീകൾക്ക്. തല താഴ്ത്തിയ ആ സമയം കൊണ്ട് തന്നെ അവരുടെ ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ആ ആരിന്റെ മുകളിൽ കൊണ്ട് കെട്ടുകയാണ്. അവരോട് വൃക്ഷത്തിന്റെ സമീപം വന്ന് വസ്ത്രങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറയുന്നു. ആ ഞങ്ങൾ നിന്റെ ദാസിയല്ലേ, ഞങ്ങൾക്ക് വസ്ത്രം തരൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, ദാസികളാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കൂ എന്ന്. എന്തായാലും അവസാനം അവര് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് കൈകൾ കൂപ്പി അഞ്ജലിബദ്ധരായിട്ട് ആ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ആ വസ്ത്രങ്ങളൊക്കെ തിരിച്ചു വാങ്ങാണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, ആ ശരീരാഭിമാനം കളയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലീല ചെയ്തത്. ആ ശരീരമല്ല, ആ ആത്മാവാണ് ഭഗവാനിലേക്ക് ചേരേണ്ടത്. ശരീരം എന്നുള്ളത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെയുള്ളത്, വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് വിവസ്ത്രയാളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. കാരണം അത് ജലദേവതയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുണ്ട് ആ പാപത്തിൽ നിന്ന് ആ ഗോപസ്ത്രീകളെ രക്ഷിക്കാൻ കൂടിയാണ് ആ ഭഗവാൻ അവിടെ വസ്ത്രാപഹരണം എന്ന ആ ലീല ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെ അവരെ അനുഗ്രഹിച്ച് അധികം താമസിയാതെ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് അനുഗ്രഹിച്ചതിന് ശേഷമാണ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നത്. അടുത്തതില് ഗോപസ്ത്രീകളെയൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷം 61-ാമത്തെ ഇതിലെ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്ന രംഗത്തെയാണ് പറയുന്നത്. ഗോപകുമാരന്മാരോടൊപ്പം ആ വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു കാട്ടിലേക്ക് ഒരു ദിവസം പോവുകയാണ്. അവിടെ ആ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. കാട്ടിലെത്തിയോട് കൂടിയിട്ട് എല്ലാവർക്കും വലിയ വിശപ്പായി. ഗോപകുമാരന്മാരോട് പറഞ്ഞു, കുറച്ച് ദൂരെയായിട്ട് അവിടെ കുറച്ച് ബ്രാഹ്മണരെ യാഗം ചെയ്യുന്നുണ്ട്, ആ ഭഗവാനെ തന്നെയാണ് അവർ യജിക്കുന്നത്. അവിടെ പോയിട്ട് കൃഷ്ണനും രാമനും ഗോപക്കുട്ടികളോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് ഭക്ഷണം തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണം തരും, പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ് ആ ഗോപക്കുട്ടികൾ അവിടെ പോയിട്ട് ഭക്ഷണം യാചിക്കണു. ആ ബ്രാഹ്മണര് ആ ഭഗവാനെ തന്നെയാണ് അവരവിടെ
പുരുഷാർത്ഥം കൊണ്ട് യാഗം ചെയ്യണത്. പക്ഷെ കൃഷ്ണൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും കേട്ടതായിട്ട് ഭാവിച്ചില്ല. ഗോപക്കുട്ടികൾ തിരിച്ചു വരുന്നു, ഭക്ഷണം തന്നില്ല, പറഞ്ഞതൊന്നും അവര് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ആരാണ് നമുക്ക് ഭക്ഷണം തരാം? അമ്മമാരല്ലേ. യജ്ഞശാലയുടെ പിറകില് ബ്രാഹ്മണ പത്നിമാരുണ്ട്, അവിടെ പോയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞ ഗോപക്കുട്ടികളെ കൃഷ്ണൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് യജ്ഞശാലയുടെ പിൻഭാഗത്ത് ബ്രാഹ്മണ പത്നിമാരിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പറയുന്നു, കൃഷ്ണനും രാമനും ഇവിടെ എത്തിയിട്ടുണ്ട്, ഭക്ഷണം എന്ന് പറഞ്ഞതോടുകൂടി ഇനി ഒന്നും കേൾക്കണ്ട. എത്രയോ കാലങ്ങളായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ആ ബ്രാഹ്മണ പത്നിമാര്. അവിടെ ഇരുന്ന എല്ലാ വിഭവങ്ങളും എടുത്ത് ഓടുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. പാത്രങ്ങളുടെ ഭാരമൊന്നും അവരറിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും അവിടെയുള്ള എല്ലാ വിഭവങ്ങളും എടുത്ത് ഭഗവാനെ കാണാനായിട്ട് ഓടുന്നു. ആ സമയത്ത് ആണ് ഒരു ബ്രാഹ്മണ പത്നിക്ക് തോന്നി, ഇത്രേ നറുവെണ്ണ ഭഗവാന് ഇഷ്ടമുള്ളതാണ്, അത് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചൊന്ന് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരൊക്കെ കൂടെ തടഞ്ഞു വെച്ചു. ഭഗവാനെ കാണാനായിട്ടുള്ള ആഗ്രഹം സാധിക്കാതെ ഭഗവാനെ തന്നെ മനസ്സ് വെച്ച് മറ്റുള്ള ബ്രാഹ്മണ പത്നിമാർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്രാഹ്മണ സ്ത്രീയുടെ ജീവൻ ഭഗവാന്റേക്ക് എത്തിച്ചേർന്നു എന്നവിടെ പറയാണ്. അവിടെ ബ്രാഹ്മണ പത്നിമാര് അവിടെ എത്തിയപ്പോൾ ഭഗവാന്റെ കോമളമായിട്ടുള്ള രൂപത്തെ കാണുന്നു, നമസ്കരിക്കണു. അവര് കൊണ്ടുവന്ന വിഭവങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം അവരോട് തിരിച്ചു പോവാൻ പറയുമ്പോൾ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു വന്നവരാണ്, ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്ന ഉണ്ട്, നിങ്ങളിനി ആരും ഉപേക്ഷിക്കില്ല, ഞാൻ അംഗീകരിച്ച ഒരാളെ ഇനി ആരും തിരസ്കരിക്കില്ല എന്ന് ബ്രാഹ്മണ പത്നിമാരോട്. പിന്നെ നമുക്ക് അവിടെ തത്വം പറഞ്ഞു തരാണ്, യാഗങ്ങൾ ചെയ്യുന്നതല്ല, ഭഗവാനിലെത്താനായിട്ട് ഭക്തിയാണ് വേണ്ടത്. കാരണം വിദ്യാഭ്യാസമോ വേദപഠനമോ ഒന്നുമില്ലാത്ത ബ്രാഹ്മണ പത്നിമാർക്കാണ് ബ്രാഹ്മണരെക്കാൾ കൂടുതലായിട്ട് ഭഗവാനെ ആദ്യം കാണാനായിട്ട് സാധിച്ചത് എന്നുള്ള ഒരു തത്വം നമുക്ക് അവിടെ പറഞ്ഞു തരികയാണ്. ഇനി 62ാമത്തെ ദശകത്തില് ഇനി ഗോവർദ്ധന ഉദാഹരണം എന്നുള്ള 62, 63, 64 അധ്യായങ്ങളിലായിട്ട് ദശകത്തിലായിട്ട് അതാണ് പറഞ്ഞു തരുന്നത്. ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ രാവിലെ ഉണർന്നു നോക്കുമ്പോൾ വീട്ടില് കുറെ ഗോപന്മാരുണ്ട്. അച്ഛനും അമ്മയും കൂടിയിട്ട് കുറെ അധികം അപ്പവും അടയും അങ്ങനെ കുറെ അധികം വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു, എന്താ ഇന്നിവിടെ വിശേഷം? എന്തെങ്കിലും യാഗമുണ്ടോ? അതോ ആരുടെയെങ്കിലും പിറന്നാളാണോ? എന്താണ് ഇതൊക്കെ ഉണ്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ നന്ദഗോപര് പറയണു, നമ്മൾ വർഷത്തിലൊരിക്കല് ഇന്ദ്രദേവനൊരു യാഗം നടത്താറുണ്ട്. കാരണം ഇന്ദ്രദേവൻ അല്ലേ മഴ പെയ്യിച്ചിട്ട് ഭൂമിയില് സുഖത്തെയൊക്കെ തരുന്നത്. മഴയെ ആശ്രയിച്ചിട്ടാണ് ഭൂമിയില് സസ്യജാലങ്ങളും മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഉണ്ടാവുന്നത്. പശുക്കൾക്ക് പുല്ലും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പ്രസാദിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ദ്രനെ പൂജ ചെയ്യണമെന്ന് അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരു യുക്തിവാദിയെ പോലെയാണെന്നാ പറയുന്നത്. ഭഗവാൻ പറയാണ്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു എന്നത് ഇന്ദ്രന്റെ കർമ്മം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് യാഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ വലിയ കാട്ടിലുള്ള മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കൊക്കെ മഴ കിട്ടുന്നില്ലേ? അവര് യാഗം ചെയ്തിട്ടാണോ അവർക്കത് കിട്ടുന്നത്? ഇന്ദ്രന്റെ കർമ്മം മാത്രമാണ്. അപ്പോ പശുക്കൾ നമ്മുടെ സമ്പത്താണ്. പശുവിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പശുക്കൾക്ക് വേണ്ട പുല്ലൊക്കെ തരുന്നത് ഗോവർദ്ധനം. ഗോ എന്നതിന് പശു എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഗോക്കളെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ഗോവർദ്ധനം എന്ന പേര് വന്നത്. അപ്പൊ ഗോവർദ്ധന പർവ്വതത്തിനാണ് നമ്മള് യാഗം ചെയ്യേണ്ടത് എന്ന് എന്തായാലും ഭഗവാന്റെ വാക്ക് കേട്ട് അവര് ഗോവർദ്ധന പർവ്വതത്തിന് വേണ്ടിയിട്ട് യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ യാഗം ചെയ്യുമ്പോൾ യാഗാവസാനത്തില് കൃഷ്ണൻ തന്നെ പർവ്വത ദേവതയായിട്ട് പ്രത്യക്ഷപ്പെട്ട് എല്ലാവരും കാണുകയെ യജ്ഞവസ്തുക്കളെയെല്ലാം സ്വീകരിച്ചു. എല്ലാവരും പറയാണ്, ഇത്രയും കാലം ഇന്ദ്രനെ യാഗം ചെയ്തിട്ട് നേരിട്ട് വന്ന് നമ്മളുടെ യജ്ഞവസ്തുക്കളെ സ്വീകരിച്ചിട്ടില്ല, ഇപ്പോൾ ഗോവർദ്ധനം അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നീ ദേവേന്ദ്രനാകട്ടെ തനിക്കുള്ള യാഗത്തെ മുടക്കിയത് മനുഷ്യരൂപം സ്വീകരിച്ചിട്ടുള്ള കൃഷ്ണനാണ്. ദേവനാണെങ്കിലും മനുഷ്യരൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെ ബഹുമാനിക്കണം എന്നൊരു അഹങ്കാരമായി ദേവേന്ദ്രന്. തന്റെ യാഗം മുടക്കിയ കൃഷ്ണനെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു എത്രേ ദേവേന്ദ്രൻ. ഇങ്ങനെ ഈ ഗോപാലൻ സ്വയം മറന്നിട്ട് ഇതുപോലെ ദേവന്മാരെ അവഹേളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ ചെയ്യുമല്ലോ എന്നുള്ള അഹങ്കാരമായിരുന്നു. അഹങ്കാരം മൂത്തിട്ട് ഇന്ദ്രൻ അവിടെയുള്ള
തൻ പ്രളയമേഘങ്ങളോടൊക്കെ വന്ന് അവിടെ വർഷം ഒരു ആനയുടെ തുമ്പിക്കൈന്റെ അത്ര വലിപ്പത്തിലുള്ള മഴത്തുള്ളികളാണ് അവിടെ വീണത് എന്ന് പറയണു. അത് കണ്ടതോട് കൂടിയിട്ട് ഗോപന്മാരെല്ലാം പേടിച്ച് ഇന്ദ്രൻ കോപിച്ചിരിക്കണു എന്ന് പറഞ്ഞ് വീണ്ടും ഭഗവാനെ ആശ്രയിക്കണു. ഭഗവാൻ അവരെയെല്ലാം സമാധാനിപ്പിച്ചുകൊണ്ട് ഇന്ദ്രന്റെ അഹങ്കാരം ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് ഗോവർദ്ധന പൂജ ചെയ്ത് ഭഗവാൻ പറയാണോ, നമ്മൾ ഗോവർദ്ധനം നേരിട്ട് വന്ന് സ്വീകരിച്ചതല്ലേ നമ്മുടെ പൂജ, നമ്മളെ ഗോവർദ്ധനം തന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഇടിമുഴക്കത്തെയും പ്രളയമേഘങ്ങളെയും ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരെയും ഗോവർദ്ധനത്തിന്റെ ചോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ദേവേന്ദ്രന്റെ എതിർപ്പിനെ പർവ്വതം തടയും. കാരണം പർവ്വതം ഇന്ദ്രശത്രു എന്നുകൂടെ ഉണ്ട്. പർവ്വതങ്ങൾക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു, അതെല്ലാം ഇന്ദ്രനാണ് വെട്ടിയത്. അത് കാരണം പർവ്വതത്തിന് ഇന്ദ്രശത്രു ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ 7 വയസ്സ് മാത്രം പ്രായമുള്ള ആ കണ്ണൻ തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് പർവ്വതത്തെ പൊക്കിയെടുത്ത് കുട പോലെ പിടിച്ച് എല്ലാവരെയും പർവ്വതത്തിന്റെ താഴെ നിർത്തുകയാണ്. ഒരു കൈ കൊണ്ട് പർവ്വതത്തെ പൊക്കിപ്പിടിച്ചും മറ്റേ കൈ കൊണ്ട് തന്നെ വന്ന് മുട്ടിയൊരുമി നിൽക്കുന്ന പശുക്കുട്ടികളെ തലോടിക്കൊണ്ടും ഭയമില്ലാതാക്കാൻ വേണ്ടി നർമ്മമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും അച്ഛനെയും അമ്മയെയും എല്ലാം സാന്ത്വനിപ്പിക്കാണ്. കണ്ണന്റെ സാമാന്യ പ്രവൃത്തി കണ്ടിട്ട് ഗോപന്മാർക്ക് അത്ഭുതമായി. 7 വയസ്സുള്ള കണ്ണൻ എങ്ങനെയാണ് ഈ പർവ്വതത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്ന്. ദേവേന്ദ്രന്റെ അവസ്ഥ എന്താണ്? ദേവേന്ദ്രൻ ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ചത് കണ്ടു. കുറച്ച് കഴിയുമ്പോൾ കൈ കഴിച്ച് താഴെ വെക്കുമെന്നാണ് വിചാരിച്ചത്. മേഘങ്ങളിലുള്ള ജലമെല്ലാം കഴിഞ്ഞു, അമ്പാടിയെല്ലാം മുങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഇന്ദ്രൻ ഒന്ന് നോക്കുകയാണ്. അവിടെ മഴ പെയ്തതിന്റെ ഒരു ലക്ഷണം പോലും ഇല്ല. കൃഷ്ണൻ ഇതാ തന്റെ കയ്യില് ഗോവർദ്ധനത്തിനെ പിടിച്ച് കൊടയായി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പേടിച്ചു ഓടിയെന്നാണ് പറയുന്നത് ദേവേന്ദ്രൻ. താൻ ചെയ്ത തന്റെ അഹങ്കാരത്തിന് ഇനി എന്ത് ശിക്ഷയാണാവോ അനുഭവിക്കേണ്ടി വരിക എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും മഴയൊക്കെ മാറിയോടുകൂടി എല്ലാവരെയും ഗോവർദ്ധനത്തിന്റെ താഴെയാക്കിയിട്ട് കണ്ണൻ ഗോവർദ്ധനത്തിനെ പഴയ പോലെ താഴെ വെച്ചു. ഇന്ദ്രൻ വന്ന് കാമധേനുവിനോട് കൂട്ടി വന്ന് ഭഗവാനെ സ്തുതിക്കണു. അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പരീക്ഷിക്കാനായിട്ട് നോക്കിയതാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന ആകാശഗംഗയെ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നു. കാമധേനു തൻ്റെ പാലിനാൽ ഭഗവാനെ ഗോവിന്ദ ഗോവിന്ദ എന്ന് ഗോവിന്ദ എന്ന ഒരു തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് കാമധേനുവും അഭിഷേകം ചെയ്യുന്നു. ഗോപന്മാര് ചോദിക്കുന്നു ആ സമയത്ത്, പണ്ട് ജാതകർമ്മം ചെയ്ത ഗർഗമഹർഷി എന്താണ് അങ്ങയോട് ഉണ്ണിക്കണ്ണനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്ന്. അദ്ദേഹം പറയുന്നു, ഗർഗമഹർഷി പറഞ്ഞത് കണ്ണൻ നാരായണ തുല്യനാണ് എന്നാണ്. നാരായണനാണ് എന്ന് പറഞ്ഞില്ല, നാരായണ തുല്യൻ എന്ന് പറയാൻ നാരായണൻ തന്നെയല്ലേ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. എന്തായാലും ഗോവിന്ദ പട്ടാഭിഷേകത്തിന് ശേഷം അമ്പാടിയിലുണ്ടായ ഐശ്വര്യത്തെ അവിടെ വർണ്ണിക്കാണ്. വൈകുണ്ഠത്തിൽ പോലും കിട്ടാത്ത അത്ര ഐശ്വര്യം അമ്പാടിയിലുണ്ടായി എന്ന് പറയുന്നു. അവിടെ നമുക്ക് ആദ്യം ബ്രഹ്മാവിനെ, പിന്നെ അഗ്നിയെ, ഇന്ദ്രനെ ജയിച്ച ലീലയ്ക്ക് ശേഷം ഇനി വരുണനെ ജയിക്കുന്ന ഒരു കഥ കൂടെ അവിടെ പറയുന്നുണ്ട്. 64-ാമത്തെ ദശകത്തില് ഒരു ദിവസം ഏകാദശി നോറ്റതിന് ശേഷം നന്ദഗോപര് യമുനയിൽ കുളിക്കാൻ ഇറങ്ങിയെന്നും ആ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വരുണന്റെ ഭൃത്യന്മാര് നന്ദഗോപരെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. ഗോപന്മാർ പേടിച്ച് കണ്ണനോട് വിവരം പറയുന്നു. നന്ദഗോപര് മുങ്ങിയ സ്ഥലത്ത് തന്നെ പോയി. കൃഷ്ണൻ മുങ്ങി അവിടെ നിന്ന് വരുണലോകത്തിലേക്ക് പോകുന്നു. വരുണൻ ഭഗവാനെ കണ്ട് സ്തുതിച്ച് പൂജിച്ചതിന് ശേഷം നന്ദഗോപരെ തിരിച്ച് വിടുന്ന കാഴ്ച, അതായത് അവിടെ വരുണദേവനെയും ജയിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയുള്ള 65 മുതലുള്ള 5 ദശകങ്ങളിലൂടെ ഭാഗവതത്തിലെ 5 അധ്യായങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള രാസക്രീഡ എന്നുള്ള ലീലയാണ് ഇനി 5 ദശകങ്ങളിലൂടെ പറയുന്നത്. ആദ്യം ഗോപികളുടെ ഭഗവത് സമീപപ്രാപ്തി,
ഗോപികൾ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചപ്പോൾ അവർക്ക് വാക്ക് കൊടുത്തതുപോലെ രാസക്രീഡ എന്ന ഉത്സവത്തെ നിറവേറ്റാനായിട്ട് നിരാവുള്ള ഒരു രാത്രിയില് കൃഷ്ണൻ യമുനാ തീരത്ത് എന്ന് ഓടക്കുഴൽ വിളിക്കാണ്. ഭാഗവതത്തിൽ ആ രംഗം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് യോഗമായ ദേവിയെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ ആ ലീലയ്ക്ക് ഒരുങ്ങുന്നത് എന്നാണ്. ആ ഓടക്കുഴൽ വിളി കേട്ട് ലോകത്തിലെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ വേണുഗാനം കേട്ട് ആ ഗോപികമാര് അവാച്യമായിട്ടുള്ള ആ ഒരു ഭാവത്തെ പ്രാപിക്കാണ്. പല പല പ്രവൃത്തികൾ ഏർപ്പെട്ടിരുന്ന ഗോപികമാര് അതെല്ലാം വേണ്ടാന്ന് വിചാരിച്ച് കുട്ടികളെ കുളിപ്പിച്ചിരുന്നവര് അത് വേണ്ടാന്ന് വെച്ചു, ഭർത്താവിനെ ശുശ്രൂഷിച്ചവര് അത് വേണ്ടാന്ന് വെച്ചു, വസ്ത്രം ഉടുത്തിരുന്നവര് ആ വസ്ത്രം മുഴുവൻ പോലും ഉടുത്തില്ല എന്നാണ് പറയുന്നത്. എല്ലാം വേണ്ടാന്ന് വെച്ച് ആ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ആ വേണുഗാനം ചെയ്ത സ്ഥലത്തേക്ക് അവരെല്ലാം ഓടിപ്പോവുകയാണ്. ഈശ്വരഭാവം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവിടെ പട്ടേരി പറയാണ്, ഒരു ഗോപിക മുത്തുമാല കഴുത്തിനണിയുന്നതിന് പകരം അരഞ്ഞാണമായിട്ട് അണിഞ്ഞു. എല്ലാം മറന്നു അവര്. ഉണ്ണിക്കണ്ണൻ മാത്രമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ചില ഗോപികമാർക്ക് വീട്ടുകാരെ തടഞ്ഞു വെച്ചു. അവർക്ക് നേരത്തെ ആ ബ്രാഹ്മണ പത്നിക്കുണ്ടായ അനുഭവം തന്നെ. മറ്റുള്ള ഗോപിമാരവിടെ എത്തുന്നതിന് മുമ്പ് ആ ഈശ്വരന്റെ തന്റെ ഹൃദയത്തെ സങ്കല്പിച്ചിട്ട് പൂർണ്ണമായിട്ട് ആ ഭഗവത് അർപ്പണത്താല് അവര് ഭഗവാൻ തന്നെ ലയിച്ചു എന്നാണ് പറയുന്നത്. മറ്റുള്ള ഗോപികമാർക്ക് മുമ്പ് തന്നെ അവർക്ക് ആ കൈവല്യത്തെ പ്രാപിക്കാനായിട്ട് സാധിച്ചു. ഏത് ഭാവത്തിലായാലും അവിടെ ഗോപികമാര് പ്രേമരൂപത്തില് ജാരരൂപത്തില് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഏത് ഭാവത്തിലായാലും ആ ഭഗവാനെ പ്രേമരൂപത്തില് ഭജിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിയിലേക്ക് എത്തിച്ചേരും എന്ന് അവിടെ പറയാണ്. എന്തായാലും തൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഗോപികമാരോട് കൃഷ്ണൻ പറയണു, നിങ്ങൾ ഇങ്ങനെ രാത്രി ഇങ്ങനെ വന്നതൊന്നും ശരിയല്ല. എന്തായാലും വൃന്ദാവനം കാണാനാണ് വന്നത്, എന്നെ കാണാനാണ് വന്നത് എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, തിരിച്ചു പൊക്കോളൂ എന്ന് അവര് ഭഗവാന്റെ ഞങ്ങളെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ഭഗവാനെ നമസ്കരിക്കുന്ന രംഗമാണ് 66-ാമത്തെ ദശകത്തിൽ പറയുന്നത്. എന്നിൽ പ്രിയം വേണമെന്നുണ്ടെങ്കിൽ, എന്നെ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ സാമീപ്യം വേണമെന്നില്ല, ആ സ്മരണ എപ്പോഴും ഉണ്ടായാൽ മതി. ദൂരത്തിരിക്കുമ്പോഴാണ് കൂടുതൽ സ്മരണ ഉണ്ടാവുക എന്ന് പറയുന്നു. ഭഗവാന്റെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് അവരെ ഭഗവാനെ ആശ്രയിക്കണു. അവിടെ ആ പതിവ്രതാ ധർമ്മത്തെയൊക്കെ നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം അവരെ ഉപദേശിക്കുന്നുണ്ട്. മാതാപിതാക്കളെയും പതിയെയും ഒക്കെ ശുശ്രൂഷിക്കണം എന്നൊക്കെ ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. പറയണു, ഞങ്ങളെല്ലാം വിട്ടുപോകുന്നവരാണ്. വിയോഗമുണ്ടായി കഴിഞ്ഞാൽ ആ വിയോഗാഗ്നിയില് ഞങ്ങൾ ഭസ്മമായി പോകും, ഞങ്ങളെ പറഞ്ഞയക്കരുതേ എന്ന് ഗോപികമാര് പറയാണ്. ഭക്തി കണ്ടിട്ട് ആത്മാരാമനായിട്ടുള്ള ആ ഭഗവാൻ അവരെ രമിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ യമുനാ നദിയുടെ തീരത്ത് ചെന്ന് ആലിംഗന ചുംബനങ്ങളാൽ അവരെ ആനന്ദത്തിലേക്ക് ആറാടിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം ലേശം പോലും സ്വരൂപത്തെ മറച്ചു കളയും എന്ന് കാണിക്കാൻ ഞങ്ങളുടെ കൂടെ ഭഗവാൻ കളിക്കുന്നു, ഞങ്ങളുടെ അജ്ഞാനവർത്തികളാണ് ഭഗവാൻ എന്ന് തോന്നി അഹങ്കാരം വന്നതോടുകൂടി ഭഗവാൻ അവിടുന്ന് മറയണു. നീ ദശകം 67 ഭഗവാനോട് ഗോപസ്ത്രീകൾക്ക് അഹങ്കാരമുണ്ടായതും അവിടെ നിന്ന് അന്തർദാനം ചെയ്തു. അങ്ങനെ അന്തർദാനം ചെയ്യുന്ന സമയത്ത് അഹങ്കാരം അപ്പോ ഇല്ലാതെ ഇരുന്ന ആ രാധയെയും കൂട്ടി പോയി എന്നാണ്. ഭാഗവത്തിൽ രാധ എന്ന് പറയണില്ല, ഇവിടെ പട്ടേരി പറയുന്നുണ്ട് രാധയെയും കൂട്ടിയായിട്ടാണ് ഭഗവാൻ പോയത് എന്ന്. കുറച്ചു ദൂരം പോയപ്പോൾ രാധയ്ക്കും അഹങ്കാരമുണ്ടായി, രാധയെയും ഉപേക്ഷിച്ച് ഭഗവാൻ അന്തർദാനം ചെയ്യുന്നു. ഗോപികള് ഭഗവാൻ പോയതോട് കൂടിയിട്ട് ഹൃദയത്തോട് കൂടിയിട്ട് അവിടെ കാണുന്ന വൃക്ഷങ്ങളോടും പൂക്കളോടും വള്ളികളോടും ഒക്കെ ഭഗവാനെ കണ്ടു എന്ന് ചോദിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കാലടികൾ കാണുന്നു. അതിനുശേഷം രാധയെ ഉപേക്ഷിച്ച നിലയിൽ കാണുകയാണ്. എന്തായാലും അവരെല്ലാവരും കൂടി യമുനയുടെ തീരത്ത് ചെന്ന് ഭഗവാന്റെ ലീലകളെ വാഴ്ത്തിക്കൊണ്ട് ഭഗവാനെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല, ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ അവര് ഗാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം അഹങ്കാരമെല്ലാം നശിച്ച ആ ഗോപസ്ത്രീകളുടെ മുന്നില് സാക്ഷാൽ മന്മഥനായിട്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാവുന്ന ഒരു രംഗം
സമയത്ത് ആ ഗോപസ്ത്രീകള് ആനന്ദലഹരിയില് ഏർപ്പെട്ട് എല്ലാം മറക്കുകയാണ്. അങ്ങനെ 68ാമത്തെ ദശകത്തിൽ പറയുന്നു, ആ പരമാനന്ദത്തില് മുഴുകിയിട്ടുള്ള ആ അമൃതധാരയിൽ മുങ്ങിക്കുളിച്ച ആ ഗോപികമാര് കുറെ സമയം ആ ഭഗവാനെ തന്നെ നോക്കി നിന്നു എത്രേ. അതിനുശേഷം ഓരോരുത്തരും ഓരോ വിധത്തില് ആ ഭഗവാന്റെ കയ്യിലുള്ള താമരപ്പൂവുള്ള കൈയിനെ ഒന്ന് പിടിച്ചു. ഒരു ഗോപിക ഭഗവാൻ വായിലിട്ട് ചവച്ചിരുന്ന ആ താമ്പൂലം വാങ്ങിയിട്ട് തന്റെ വായിലേക്ക് ഇട്ടു. അങ്ങനെ ഓരോരുത്തരും അങ്ങനെയൊക്കെ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുമോ, അങ്ങനെയെല്ലാം അനുഭവിക്കാനായിട്ട് നിൽക്കാണ്. തങ്ങളെ നിർദ്ദയരായിട്ട് ഭഗവാനെ ഉപേക്ഷിച്ചരുതേ എന്ന് പറഞ്ഞ് ഒരു ഗോപി ആ കണ്ണുനീരൊലിപ്പിച്ച് ഭഗവാനെ നോക്കി നിൽക്കണു. അങ്ങനെ അതിനുശേഷം ഗോപികമാര് ഭഗവാനോട് ചോദിക്കുന്ന വളരെ ഗംഭീരമായിട്ട് ഒരു രംഗമുണ്ട്. ലോകത്തില് ദയ എത്ര വിധമാണ് ഉള്ളത്? ചിലർ തന്നോട് സ്നേഹം കാണിക്കുന്നവരെ മാത്രം തിരിച്ച് സ്നേഹിക്കുന്നു. ചിലർ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. ചിലവര് എത്ര സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കില്ല. അങ്ങ് ഇതിലെതിരാണ് പെട്ടത്, ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ടും ഞങ്ങളോട് ദയ കാണിക്കാതെ പോയില്ലേ എന്നൊക്കെ ഭഗവാൻ പറയാണ്, ഞാൻ ഇതിലൊന്നും പെടില്ല. നിങ്ങളോട് എനിക്ക് പ്രണയം കുറഞ്ഞു എന്ന് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ദയയില്ലായ്മ അല്ല, നിങ്ങളുടെ പ്രേമം എന്നിൽ ഉറച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്തർദാനം ചെയ്തത്. എനിക്ക് നിങ്ങളെ പോലെ അത്രയും ഇഷ്ടമുള്ളവരായിട്ട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭഗവാൻ ആശ്വസിപ്പിക്കണു. അതിനുശേഷം ആ ഗോപികമാരോടൊപ്പം രമിക്കാണ്. 69ാമത്തെ ദശകത്തിലെ രാസക്രീഡയെ പറയണു. മയിൽപീലികളായിട്ട് അലങ്കരിച്ച വാർമുടിയും മകരകുണ്ടലങ്ങളോടും കൂടി പലതരം മുത്തുമാലകളോടും വനമാലയോടും കൂടി കുറിക്കൂട്ടൊക്കെ അണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായിട്ടുള്ള ആ ദിവ്യമോഹനമായിട്ടുള്ള ആ രൂപത്തെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. എന്തായാലും പരമഭാഗവതകളായിട്ടുള്ള ആ ഗോപികമാരോട് കൂടിയിട്ട് ഓരോ ഗോപിയുടെ അടുത്തും താനുണ്ട്. ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ എന്ന നിലയില് അതിമോഹനമായിട്ട് നിന്ന് വട്ടത്തിൽ നിന്നിട്ട് രാസലീല ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഗോപികമാർക്കെല്ലാം കൃഷ്ണൻ തങ്ങളുടെ അടുത്താണെന്ന് ഓരോരുത്തർക്കും തോന്നി എന്നാണ് ആ രാസലീല ദർശനത്തിന് വന്നെത്തിയിട്ടുള്ള ആ ദേവന്മാരും ഗോപസ്ത്രീകളുമെല്ലാം അവിടെ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. എത്ര കാലം അത് നീണ്ടു നിന്നു എന്നറിയില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം പതുക്കെ ആ വാദ്യഘോഷങ്ങളെല്ലാം നിന്നു. രാസലീല നടക്കുന്ന സമയത്ത് ജ്യോതിർഗോളങ്ങളെല്ലാം നിശ്ചലമായി. ചന്ദ്രനും സൂര്യനും ഉദിക്കില്ല, കാരണം കാലം തന്നെ നിന്നു പോയി എന്നാണ്. അത് കാരണമാണ് എത്ര കാലമാണ് ആ രാസലീല നീണ്ടു നിന്നത് എന്നറിയണില്ല. അതിനുശേഷം ക്ഷണിച്ച അവർക്ക് വനക്രീഡയും ജലക്രീഡയും ഒക്കെ നടത്തി അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു. എന്നാൽ ഒരാളോടുകൂടി ഒരൊട്ടലുമില്ലാതെ ആത്മാരാമനായിട്ടുള്ള കൃഷ്ണനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ജീവാത്മാക്കളോട് കൂടിയിട്ടാണ് അവിടെ രമിച്ചതായിട്ട് പറയുന്നത്. ഭർത്താക്കന്മാർക്ക് ഗോപസ്ത്രീകൾ തങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായതായി, ശരീരം അവിടെ ഉണ്ടതായിട്ട് തോന്നിയത്രേ. അപ്പോൾ അവിടെ ഒരു സാധാരണ ഒരു ഭൗതിക ശരീരത്തോട് കാണിക്കുന്ന ആ ഒരു ക്രീഡയായിട്ട് രാസക്രീഡയെ കാണിക്കരുത് എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എന്തായാലും ഭക്തന്മാരുടെ മനസ്സ് തന്നിലേക്ക് ആകർഷിച്ച് ആ കാമത്തെ പ്രേമസ്വരൂപമായ ആ ഭക്തിയാക്കിയിട്ട് മാറ്റുന്ന ആ രാസക്രീഡ മഹായോഗികൾക്ക് പോലും കിട്ടാത്ത ആ ഭാഗ്യം, ആ ഭക്തി ഗോപശ്രീകളിലുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഭക്തി ഉണ്ടെങ്കിൽ നമുക്കും ആ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്ന് കാണിച്ച് അവസാനത്തെ 70ാമത്തെ ദശകത്തില് സുദർശനത്തിന് എന്ന ആ ഒരു വിദ്യാധരന് ശാപമോക്ഷം കൊടുക്കുന്നതും ശംഖുചൂടനെ വധിക്കുന്നതുമായിട്ടാണ് പറയുന്നത്. ഒരിക്കൽ ഗോപന്മാര് ഭഗവാനോടുകൂടി അംബികാവനത്തില് ഒരു ഉത്സവത്തിന് എത്തിച്ചേർന്നു. അവിടെ ബ്രാഹ്മണർക്ക് ദാനമെല്ലാം ചെയ്ത് രാത്രിയായപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങാണ്. ആ സമയത്താണ് ഒരു പാമ്പ് വന്ന് നന്ദഗോപരുടെ കാലില് കടിക്കുന്നത്. ഗോപന്മാര് അവർക്ക് പറ്റാവുന്ന വിധത്തിലെല്ലാം ആ പാമ്പിനെ കൊല്ലാനായിട്ടും അവിടുന്ന് വിടാനായിട്ടും സാധിച്ചു. തീക്കൊള്ളി കൊണ്ട് പോലും കുത്തിയെന്നാണ്, പക്ഷെ കടി വിട്ടില്ല. അവസാനം ഭഗവാനെ തന്നെ വിളിച്ചു. തന്റെ പാദം ഒന്ന് സ്പർശിച്ചേ ഉള്ളൂ, ആ പാമ്പുതാ ഒരു വിദ്യാധരനായിട്ട് മാറുകയാണ്. സുദർശനൻ എന്നു പേരുള്ള വിദ്യാധരൻ. ഒരിക്കൽ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട മഹർഷിമാരെ അവരുടെ രൂപ വൈകല്യം കണ്ട് പരിഹസിച്ചുകൊണ്ട് സർപ്പമായിട്ട് പോകട്ടെ എന്നും
ആ ഭാഷ്യമാരുടെ ശാപം അത് അനുഗ്രഹമായിട്ട് തീരും. അതാണ് ഭഗവാന്റെ പാദസ്പർശം ഏൽക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ശാപമോക്ഷവും കൊടുത്തു. ആ സുദർശനൻ എന്ന വിദ്യാധരനാണ് ആ സർപ്പരൂപത്തിൽ വന്നിട്ട് നന്ദഗോപരുടെ കാലിൽ പിടിച്ചതും ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് വീണ്ടും വിദ്യാധരനായിട്ട് മാറിയതും എന്ന് പറയുന്നു. അതിനുശേഷം ബലരാമനോടുകൂടി ആ വൃന്ദാവനത്തില് ഗോപികളോടൊപ്പം ഉല്ലസിക്കുന്ന സമയം കുബേരന്റെ ഭൃത്യനായിട്ടുള്ള ആ ശംഖചൂടൻ അവിടെ ചെന്ന് ആ ഗോപസ്ത്രീകളെ ബലാൽ പിടിച്ചുകൊണ്ടുപോകുന്നു. കൃഷ്ണനും രാമനും കൂടി ആ ശംഖചൂടന്റെ പിന്നാലെ പോയി ആ ശംഖചൂടനെ വധിച്ച് ആ ശംഖചൂടന്റെ ശിരസിലുണ്ടായിരുന്ന ആ ഒരു രത്നത്തെ ജ്യേഷ്ഠന് സമ്മാനിക്കുന്നു. അതിനുശേഷം ആ ഭഗവാൻ ഗോപകുട്ടികളോടൊത്ത് പകൽ മുഴുവൻ വൃന്ദാവനത്തിലാകുമ്പോൾ ആ ഗോപസ്ത്രീകള് വിരഹത്താൽ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കൂട്ടുകാരുടെ ഭാഗ്യത്തെയും വൃന്ദാവനത്തിന്റെ സൗന്ദര്യത്തെയും ഭഗവാന്റെ സൗന്ദര്യത്തെയും വേണുഗാനത്തെയും ആ സ്വർഗസ്ത്രീകളുടെ ഭാഗ്യത്തെയും എല്ലാം പുകഴ്ത്തിപ്പാടുന്ന ഭാഗവതത്തില് യുഗളഗീതം എന്ന് പറയുന്നുണ്ട്. ആ യുഗളഗീതത്തിന് അവിടെ ഒരു ശ്ലോകത്തിൽ കൂടെ പട്ടേരി അവിടെ പറയുന്നുണ്ട്. പിന്നെ കംസഭൃത്യനായിട്ട് കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരനെ വധിച്ച് ദേവന്മാരെ സന്തോഷിപ്പിച്ചു എന്നും, കാളയുടെ രൂപം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ആ വൃഷരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആ കാളയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ആ അസുരനെ വധിച്ചിട്ട് ആ ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു എന്നും പറഞ്ഞു. ആ ഗോപക്കുട്ടികളൊക്കെ കാളയെ വധിച്ചോട് കൂടിയിട്ട് കാളയെ കൊന്നവൻ എന്ന് കളിയാക്കി. അങ്ങനെയാണെങ്കിലും ആ ഭഗവത് സ്മരണയിലേക്ക് തന്നെ എത്തിക്കുകയാണ് എന്നും പറഞ്ഞ് ആ വൃഷഭാസുരനെ വധിച്ച് വൈകുന്നേരമായിട്ട് ഗോപക്കുട്ടികളോടുകൂടി വൃന്ദാവനത്തിലേക്ക് ആ ഭഗവാൻ തിരിച്ചുപോയി. ആ ചിത്തശുദ്ധിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ആ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതും പറഞ്ഞുകൊണ്ടാണ് 70ാമത്തെ ദശകവും അവസാനിപ്പിക്കുന്നത്. നമുക്ക് സമയം കുറച്ച് വളരെ സ്പീഡില് എല്ലാറ്റിലും തത്വങ്ങൾ ഉള്ളതാണ്. ആ തത്വങ്ങളൊന്നും നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് ഇത്രയും സമയം കൊണ്ട് പറയാനായിട്ട് സാധിക്കില്ല. ആ ഭഗവാന്റെ ഓരോ കഥകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം നമ്മളെ കാണുക, നമ്മൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടാനായിട്ടുള്ളത്. ഒരു വൃഷാസുരനെ വധിച്ചു എന്നോ അല്ലെങ്കിൽ അരിഷ്ടാസുരനെ വധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളിലുള്ള ഓരോ വികാരങ്ങളെയാണ് നമ്മൾ അവിടെ നശിപ്പിക്കേണ്ടത് എന്നുള്ള ആ തത്വത്തെ കൂടി നമുക്ക് കാണിച്ചു തരികയാണ്. ആ തത്വം കൂടി നമ്മൾ അറിഞ്ഞാലാണ് ആ ഭാഗവതവും നാരായണീയ പഠനവും നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ആത്മതത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. കഥാരൂപത്തില് അതിനെ ഒന്നും തള്ളിക്കളയരുത്. ആ തത്വത്തെ കൂടെ നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എന്തായാലും ഈ 1 മണിക്കൂർ ആ ഈശ്വരസ്മരണയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയാം. ഹരിയോം. ഹരിയോം സുനന്ദജി. ഹരിയോം. ഹരിയോം. അപ്പൊ നാരായണീയം 51 മുതൽ 70 വരെയുള്ള ദശകങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന സുനന്ദജിക്ക് സമിതിയുടെയും എന്റെയും മറ്റെല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അക്കയ്ക്ക് സമയം തികഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയതായിട്ടും അറിയാം. അതൊന്നും ഒരു പിന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം എന്തായാലും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായി. അപ്പൊ ഇനിയുള്ള ബാക്കിയുള്ള ദശകങ്ങൾ അപ്പൊ 70 വരെ നമ്മളായി. ഇനിയും 30 ദശകങ്ങളും കൂടെ ഉണ്ട്. അതും സുനന്ദജി ഇതേപോലെ വന്ന് നമുക്ക് എല്ലാം പറഞ്ഞു തരണം എന്നുള്ള വിശ്വാസമുണ്ട്. അത് തന്നെയുമല്ല 100 ദശകം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ സമർപ്പണം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഗുരുവായൂരില്. അതിനും അക്കയുടെ സജീവ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞാൻ ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. അക്കയ്ക്ക് വളരെ നന്ദി അറിയിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സമിതിയുടെയും എന്റെയും മറ്റെല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് ഇനിയും സുനന്ദജിയെ നമുക്ക് മറ്റൊരിക്കൽ കാണാൻ, നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബൗദ്ധിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരിയോം.